വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് റൂട്ട് ഓസ്ട്രേലിയ. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് 4-wheel ഡ്രൈവുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അന്നേരം ഓർത്ത് ഈ ആഴ്ച ഒരു ബൈക്ക് ആയേക്കാമെന്ന്. ഞാൻ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണ് ഇത്. BMW R1250 GS അഡ്വഞ്ചർ 2023 ആണ് മോഡൽ. കഴിഞ്ഞ ആഴ്ച ജോസിയുടെ കാര്യം പറഞ്ഞ പോലെ എൻ്റെയും ഇത് രണ്ടാമത്തെ വണ്ടിയാണ് ഒരു 4-5 വർഷത്തിനുള്ളിൽ. ആദ്യത്തെ ഒരു 2020 മോഡൽ ഒരു BMW R1250 GS തന്നെയായിരുന്നു. അത് 2022 ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അത് റൈറ്റ് ഓഫ് ആയി. ഞാൻ റിക്കവർ ആകാൻ വേണ്ടി ഏകദേശം ഒരു 2 to 3 ഇയേഴ്സോളം എടുത്തു. അന്നേരം തന്നെ സെയിം വണ്ടി തന്നെ വീണ്ടും പോയെടുത്തു. ബിക്കോസ് വളരെ കംഫർട്ടബിളാണ് യാത്ര, അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി എടുത്തത്. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറേഴ്സ് ഇൻ ദ വേൾഡ് ആണ്. എല്ലാവരും ഒരു ഓൾ ഇന്ത്യ ടൂറോ ഇല്ലെന്നുണ്ടെങ്കിൽ ലോങ് ടൂറോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണിത്. അതുകൊണ്ട് അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പം ഞാൻ ഒരു റിവ്യൂ പറയാൻ ഞാൻ ആളുമല്ല. അപ്പം എൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഒരു ഇച്ചിരി അപ്ഗ്രേഡ്സ് ആക്സസറീസ് ഒക്കെ ചെയ്തിട്ട് ഞാനൊന്ന് ടൂറിങ് ഫ്രണ്ട്ലി ആക്കി ബൈക്ക്. അപ്പം അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം 19,000 കിലോമീറ്റേഴ്സ് ഓടി. ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം 1 വർഷവും 8 മാസവുമായി. അപ്പം വളരെ കംഫർട്ടബിളാണ് യാത്ര ചെയ്യാൻ, മുമ്പേ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ആകെപ്പാടെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഹെവിയാണ് വണ്ടി. ഇപ്പോൾ ഇൻ കേസ് ഈ യാത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇൻ കേസ് ഒന്ന് ഉരുട്ടിയൊക്കെ മാറ്റണമെന്നുണ്ട്, ഒരു ഇച്ചിരി ഹെവിയാണ്. ബിക്കോസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് എളുപ്പമാണ്. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു ഇച്ചിരി ഹെവി ആയിട്ട് എനിക്ക് വണ്ടി ഫീൽ ചെയ്തു. എക്സ്പെഷ്യലി ആ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇച്ചിരി ഹെവിനെസ് കൂടുതലാണ് ബൈക്കിന് എനിക്ക്. അപ്പം ഒന്ന് തള്ളി മാറ്റാനോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത്. ഇൻ കേസ് എങ്ങാനോ ഒന്ന് ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എടുക്കാനൊക്കെ ഇരിച്ച് ബുദ്ധിമുട്ടാണ്. സ്പൈൻ ഇഞ്ചുറിയും റിബ് ഇഞ്ചുറിയും ഒക്കെ ഉള്ളതുകൊണ്ട് അത് എടുക്കുന്നുണ്ട് തന്നെ നമുക്ക് ആ ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യാനൊക്കെ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇച്ചിരി ലൈറ്റർ ബൈക്ക് ആണെന്നുണ്ട് ഇച്ചിരി നല്ലതായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഒരു തോന്നലുണ്ട്. പക്ഷേ വൺസ് വണ്ടി ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ആബ്സല്യൂട്ട് ക്രാക്കിംഗ് മെഷീൻ, അതിൽ യാതൊരു സംശയമില്ല. വൺസ് വണ്ടി ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബട്ടർ സ്മൂത്തായിട്ട് നമുക്ക് പോകാനൊക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 19,000 കിലോമീറ്റേഴ്സിൽ കൂടുതലും ടൂറിംഗ് ആണ് കിലോമീറ്റേഴ്സ് മറിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഈ 2 ഡേയ്സിലെ 3 ഡേയ്സ് ട്രിപ്പുകളൊക്കെ ഒത്തിരി പോകാറുണ്ട്. വൺ ഡേ പോകാറുണ്ട്. പക്ഷേ വൺ ഡേ ഒക്കെ നമ്മൾ വളരെ ഷോർട്ട് ട്രിപ്പുകളാണ്. ഒന്നീ ലഞ്ച് റൈഡോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡോ അങ്ങനെയൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒത്ത് പോകാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ബൈക്കിൻ്റെ ഒരു ക്ലബ്ബും ഉണ്ട്, കേരള ബൈക്കേഴ്സ് വിക്ടോറിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു 30-35 ആക്റ്റീവ് മെമ്പേഴ്സുണ്ട്. അപ്പം എല്ലാവരും ബൈക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് മുമ്പോട്ട് വന്നവരാണ് എല്ലാവരും. അപ്പം ഞങ്ങളെല്ലാവരോടാണ് കൂടുതലും യാത്രകൾ ചെയ്യുന്നത്. ഇനിയും മുമ്പോട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതിലും കുറേ വലിയ യാത്രകൾ വരുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഈ വണ്ടി അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ വണ്ടിയിൽ ഞാൻ എന്തെല്ലാം മോഡിഫിക്കേഷൻസോ ആക്സസറീസോ ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഈ 3-4 ദിവസത്തെ യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്ട്രെസ് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തെ പകുതി സാധനങ്ങൾ നമ്മൾ പൈസ മുടക്കിയിട്ട് നമ്മൾ മേടിച്ചേക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ബഞ്ചി കോഡൊക്കെ വെച്ച് കെട്ടി വണ്ടി സീറ്റിൻ്റെ ബാക്കിലൊക്കെ വെച്ച് കെട്ടിപ്പോയ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇച്ചിരി യങ് ആയിരുന്നപ്പം അത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതൊക്കെ ഭയങ്കര ലക്ഷറി ആയിരുന്നു അന്ന്. നമ്മൾ ഈ പ്രായമാകുന്തോറും നമ്മൾ ഇച്ചിരി സ്ട്രെസ് ഫ്രീ ആയിട്ടൊന്ന് പോകാൻ നോക്കുന്നുണ്ടെയാണ്. എല്ലാം അടുക്കി വെച്ച് പോകണം, ഡ്രസ്സ് വെക്കാനൊരു പൈനിയർ, നമ്മുടെ ലാപ്ടോപ്സും ക്യാമറ വെക്കാനൊരു പൈനിയർ. അപ്പോൾ അങ്ങനെ ആയി സാധനം ഇപ്പം വണ്ടി അങ്ങ് വലുതാണ്, ഒരു കാറ് പോലെ തന്നെ ആയിപ്പം. അപ്പം എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഇത്രയും സാധനങ്ങൾ ആക്സസറീസ് ഉള്ളത് എപ്പോഴും യാത്രയ്ക്ക് നമ്മളെ ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലഗേജ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഞാനിപ്പം ഉപയോഗിക്കുന്നത് ഗിവിയുടെ ലഗേജ് സിസ്റ്റംസ് ആണ്. ഇത് 2 പൈനിയേഴ്സും, ഒരെണ്ണം 48 ലിറ്റർ പൈനിയറും ഒരെണ്ണം 36 ലിറ്റർ പൈനിയറും. ഇവിടെ എക്സോസ്റ്റ് ഇരിക്കുന്നത് കാരണം നമുക്ക് ഒരു സൈഡിൽ 36 ചെറിയ പൈനിയർ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അപ്പുറത്തേത് ഒരു ഇച്ചിരി വലുതാണ്. അത് കഴിഞ്ഞിട്ട് ടോപ്പ് ബോക്സ് നമുക്കുള്ളത് 58 ലിറ്ററിൻ്റെ ഗിവിയുടെ തന്നെ ടോപ്പ് ബോക്സ് ആണുള്ളത്. ഇത് ഏകദേശം 10 വർഷമായി നമ്മൾ മേടിച്ചിട്ട്. എനിക്ക് ആദ്യം ഒരു ട്രൈം ടൈഗർ ഉണ്ടായിരുന്നു, അത് മേടിച്ചപ്പം ആണ് ഈ ലഗേജ് സിസ്റ്റം മേടിച്ചത്. പിന്നെ 2 ബൈക്ക് മാറി, ആ 2 ബൈക്കിലും ഈ ലഗേജ് സിസ്റ്റം തന്നെയാണ് നമ്മൾ വെച്ചത്. ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ BMWൻ്റെ റാക്ക് സിസ്റ്റം എടുത്ത് മാറ്റിയിട്ട് ഗിവിയുടെ റാക്ക് സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള പൈനിയർ ബോക്സ് തന്നെ ഞാൻ ഫിറ്റ് ചെയ്തു. ഇത് ആക്ച്വലി വന്നത് അലൂമിനിയം കളറിലായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ റാപ്റ്റർ കോട്ട് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കിയതാണ്. ബിക്കോസ് അലൂമിനിയം ഭയങ്കര പാടായിരുന്നു നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. എപ്പോഴും സ്റ്റെയിൻസ് ഒക്കെ ആയിട്ട് പോളിഷൊക്കെ ചെയ്ത് എപ്പോഴും വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു റാപ്റ്റർ കോട്ട് എന്ന് പറഞ്ഞൊരു പെയിൻറ്റ് ബേസ്ഡ് ആണ് സാധനം. അപ്പോൾ അതടിച്ചിട്ട് ഒരു ഇച്ചിരി റഫാണ്, അതുകൊണ്ട് അധികം പോറലൊന്നും വീഴത്തില്ല.
അതുകൊണ്ട് നല്ല ടഫായിട്ട് നമുക്ക് ഈ ലഗേജ് സിസ്റ്റം വെക്കാനൊക്കും. ഞാൻ കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയപ്പം ഞാൻ വൈറ്റാറയുടെ കുറേ പ്രൊഡക്ട്സ് കണ്ടു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഐ ക്യാച്ചിങ് ആയിരുന്നു ആ പ്രൊഡക്റ്റ്. അപ്പോൾ അവരുടെ ഞാൻ ഫുൾ ലഗേജ് സിസ്റ്റം, ഞാൻ കഴിഞ്ഞ വട്ടം ലഡാക്കിൽ പോകാൻ നേരത്ത് അവരുടെ ഒരു ഫുള്ള് ലഗേജ് സിസ്റ്റം ഞാൻ മേടിച്ചു. അതിൻ്റെ അത് ഏറ്റവും എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ ചെറിയൊരു ബാഗ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹാൻഡിൽ ബാർ ബാഗ് എന്ന് തന്നെ അതിന് പറയുന്നതെന്ന് തോന്നുന്നു. എക്സ്പെഷ്യലി നമ്മൾ റൈഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേബിൾ എടുക്കണമെങ്കിലോ ഇല്ല ഒരു ചൂയിങ്കോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിലോ ആ ബാഗ് ഭയങ്കര ഹാൻഡി ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ആ ബാഗ് വാട്ടർ പ്രൂഫും ആണെന്ന് അവർ സ്റ്റേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് നമുക്ക് ഹാർഡ് പൈനിയർ ബോക്സും കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എക്സ്പെഷ്യലി സിറ്റീസിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും, ബിക്കോസ് ഇത്രയും വീതിയുള്ളതുകൊണ്ട്. അന്നേരം ഞാൻ ഗിവിയുടെ തന്നെ ഒരു 25 or 30 ലിറ്റർ, ഞാനത് താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കാം, അതിൻ്റെ തന്നെ ഒരു സോഫ്റ്റ് പൈനിയേഴ്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് സെക്യൂർഡ് ചെയ്ത് വെക്കാൻ ഒക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈനിയേഴ്സ് വെക്കുന്നതിൻ്റെ കൂട്ട് അത്രയും സെക്യൂർ ചെയ്ത് വെക്കാനൊക്കത്തില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വന്നൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കും. പക്ഷേ അത് സൈസ് വൈസ് ഒത്തിരി ചെറുതായിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് സിറ്റി ഡ്രൈവിനൊക്കെ പോകാം. അപ്പോൾ കൂടുതൽ ടൈം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ലഗേജ് സിസ്റ്റമാണ്. ഈ പൈനിയർ റാക്കിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ചെറിയൊരു ടൂൾ ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗിവിയുടെ ടൂൾ ബോക്സാണ്. അതിൽ നമുക്ക് ടൂൾസ് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ടയർ റിപ്പയർ കിറ്റ്സ്, ചെറിയൊരു എയർ കംപ്രസർ നമ്മളെപ്പോഴും ക്യാരി ചെയ്യും. റീചാർജബിളാണ്. ഒരു 4-5 ടയർ എപ്പോഴും നമുക്കതും കൊണ്ട് ഇൻഫ്ലേറ്റ് ചെയ്യാനൊക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് കുറേ യൂസ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു സാധനമാണത്. ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്ന ടാങ്ക് ബാഗുകൾ ഗിവിയുടെ തന്നെയാണ്. 2 ടാങ്ക് ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ഒരു 5 ലിറ്ററും ഒരെണ്ണം ഒരു 15 ലിറ്ററും. എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു മോഡലാണത്. നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ മൊബൈൽ വേണേൽ വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കവർ ചെയ്ത് തന്നെ ഇടാം. അപ്പം എക്സ്പെഷ്യലി ലോങ് റൈഡൊക്കെ പോകുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സും ക്യാമറകളും ഇല്ലെന്നുണ്ടെങ്കിൽ ചാർജേഴ്സും ഒക്കെ വെക്കാൻ വേണ്ടി ആ വലിയ ടാങ്ക് ബാഗ് എപ്പോഴും വളരെ ഉപകാരമായിട്ടൊരു തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഗിവിയുടെ ടാങ്ക് ബാഗ് വെക്കുന്നത് അവരുടെ തന്നെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതിലോട്ട് ജസ്റ്റ് നമ്മളങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്കിനാവും. ഭയങ്കര ഈസിയാണ്. നമുക്ക് സ്ട്രാപ്സ് ഒന്നും വേണ്ട. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഗിവി ചൂസ് ചെയ്യാനുള്ള റീസൺ. അപ്പോൾ 2 ബാഗിനും കൂടി ഒരു ഹോൾഡർ മതി. അപ്പോൾ നേരെ എടുക്കുക, ഒരു 10 സെക്കൻഡ്സ് പോലും എടുക്കത്തില്ല ഒന്ന് റിമൂവ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടി. അതുകൊണ്ട് അത് ഭയങ്കര ഹാൻഡിയാണത്. ഈ ക്രാഷ് ഗാർഡിൻ്റെ അവിടെയും ഗിവിയുടെ തന്നെ 2 ക്രാഷ് ഗാർഡ് ബാഗ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ബാഗുള്ളത്. എനിക്ക് തോന്നുന്നു മേടിച്ചിട്ട് ഇപ്പോൾ എങ്ങാണ്ട് ഒരു 3-4 വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. എക്സ്പെഷ്യലി നമ്മുടെ ക്ലോത്ത്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടി അത് ഉപയോഗം വരാറുണ്ട്. ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ അത് കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗം വരുമെന്ന് തോന്നുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഹോൾഡർ റാമിൻ്റെയാണ്. ഇതിനു മുമ്പുള്ള 2 എൻ്റെ ഫോണുകളുടെയും ക്യാമറാസ് രണ്ടും അടിച്ചു പോയായിരുന്നു. എക്സ്പെഷ്യലി ഫോക്കസ് ചെയ്യാനുള്ള പ്രോബ്ലം വന്നായിരുന്നു ഈ ഹോൾഡർ കാരണം. അത് കഴിഞ്ഞിട്ട് 2 വർഷം മുമ്പ് അവരൊരു ആൻറ്റി വൈബ്രേഷൻ സിസ്റ്റം ഇറക്കിയായിരുന്നു. ഇതിൻ്റെ പുറകിൽ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിനായിട്ടും ഫോണിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹോപ്പ്ഫുള്ളി അത് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെ മിക്കവാറും ഉള്ള ഫിറ്റിങ്സും ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ളത്, ഫോൺ GPS ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെല്ലാം ഞങ്ങൾ റാം മൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ റാം മൗണ്ട്സ് എല്ലാം ഒരു 10 to 12 years ആയതാണ്. ഇന്നേ വരെ ഒരു കുഴപ്പമില്ല. അതിപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ അടുത്ത പുതിയ സാധനം നമുക്കെടുത്ത് റീപ്ലേസ് ചെയ്ത് തരും. എനിക്ക് തോന്നുന്നു ലൈഫ് ടൈം വാറൻറ്റി അങ്ങോട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റാമിൻ്റെ. അതെല്ലാം ഞാൻ എൻ്റെ മൊബൈൽ അതുപോലെ തന്നെ പവർ പാക്ക്, ഹെൽമെറ്റിൻ്റെ ബ്ലൂടൂത്ത് സിസ്റ്റം ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് റാമിൻ്റെ ഒരു ചാർജിങ് കേബിളാണ്. അവരുടെ ഒരു USB പാക്ക്, ഒരു 2 USBയുടെ ഒരു കേബിളാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. നേരെ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് നേരെ റാമിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള മൗണ്ടും എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ റാമിൻ്റെ ഹോൾഡറെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മുടെ ടാങ്ക് ബാഗിൻ്റെ തൊട്ടടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ്. എക്സ്പെഷ്യലി ഓൺ ദ റൈഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യാനിടണമെന്നുണ്ടെങ്കിൽ നേരെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ ഒന്ന് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഹാൻഡ് ചെയ്യാതെ. വണ്ടി മേടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ വന്ന നാവിഗേറ്റർ BMWൻ്റെ ഒരു നാവിഗേറ്റർ 6 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതെപ്പോഴും ഹാങ് ചെയ്യുമായിരുന്നു. ഒരു മാസത്തിലൊരു 4 വട്ടമെങ്കിലും എടുത്തത് റീസെറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. അത് കാരണം അത് ഡിച്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ചിഗി എന്ന് പറഞ്ഞൊരു ചൈനീസ് ബ്രാൻഡാണ്. അവരുടെ ആപ്പിൾ കാർപ്ലേയുടെ ഒരു സിസ്റ്റം ഞാനിപ്പം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ക്യാമറാസ്, ഫ്രണ്ട് ആൻഡ് റിയർ ഡാഷ് ക്യാമും വരുന്നുണ്ട്. വേണേൽ ടയർ പ്രഷർ മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. ബിക്കോസ് ഇത് കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. ആ ക്യാമറാസ് തന്നെ, ബാക്കിലെ ക്യാമറ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ചെക്കർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നില്ല അത്.
വണ്ടി വല്ലതും സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെഡ് ലൈൻ ഇങ്ങനെ അപ്പുറത്തെ രണ്ട് സൈഡിലും കാണിക്കും. എനിക്കറിയത്തില്ല അതെന്തുമാത്രം ഹെൽപ്ഫുൾ ആണെന്ന് എനിക്കറിയത്തില്ല. ബൈക്കിന് എക്സ്പെഷ്യലി ഷോൾഡർ ചെക്കും മിറർ ചെക്കുമാണ് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രാക്ടീസ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ അതുപോലെ തന്നെ ആ ചികിയുടെ സിസ്റ്റത്തിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊന്നും എടുക്കണ്ട, ജസ്റ്റ് അതേ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലും നമുക്ക് ആ ഒരു ഫങ്ഷനാലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെ തണുപ്പായി കഴിയുന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഒരു -1ഉം 0ഉം ഒക്കെ ആയിരിക്കും ചില സമയത്ത് പോകുന്നത്. അന്നേരം നമ്മൾ രാവിലെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറ്റഡ് ജാക്കറ്റ്, പാൻറ്റ്, സോക്സ് ഇല്ല ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഇവിടോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അന്നേരം വളരെ ഈസിയാണ് നമുക്കത് കുത്താനുമൊക്കെ. എൻ്റെ സിറ്റിംഗ് പോസ്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഹാൻഡിൽ റേസർ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. റോക്സിൻ്റെ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രിപ്പ് പപ്പീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഗ്രിപ്പും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിയുന്നതിന് ഒത്തിരി ചെറിയ ഗ്രിപ്പ് പോലായിരുന്നു ഫീൽ ചെയ്തത്. പക്ഷേ ഇത് ഹീറ്റിങ്ങിനെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഹീറ്റഡ് ഗ്രിപ്സ് ഉള്ളതുകൊണ്ട് ആ ഹീറ്റിങ് ഗ്ലൗസിലോട്ട് കിട്ടാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഹാൻഡിലിങ് ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ വൈബ്രേഷനും ഒത്തിരി കുറവുണ്ട് ഈ ഗ്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ ആദ്യത്തെ 1250 GSIക്ക് സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു സൈലൻസറായിരുന്നു വന്നിരുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ എടുത്തുണ്ടെങ്കിൽ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അക്കോപ്രോബിക്കിൻ്റെ തന്നെ ഒരു സിസ്റ്റം എടുക്കാം, അവരുടെ തന്നെ സ്ലിപ്പ് ഓൺ എടുക്കാമെന്ന് ഓർത്തു. പക്ഷേ അത് വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പവർ വൈസ് ആണെങ്കിലും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ മാർക്കറ്റ് ആയിരുന്നു ഇച്ചിരി കൂടെ ത്രോ തരുന്ന എക്സോസ്റ്റുകളുള്ളതെന്ന് തോന്നുന്നു. ഇനി അടുത്ത വട്ടം എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആഫ്റ്റർ മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. നമ്മൾ BMW മേടിച്ചപ്പം അതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഗാർഡ് വന്നത് ഭയങ്കര പ്ലാസ്റ്റിക്, ഒത്തിരി തിൻ പ്ലാസ്റ്റിക്കിൻ്റെയാണ് വന്നുകൊണ്ടിരുന്നത്. എക്സ്പെഷ്യലി നമ്മൾ ഗ്രവൽ റോഡിൽ എവിടെയെങ്കിലും ഒന്ന് പോയൊക്കെ ഒന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് ചിപ്പിനായിപ്പോവും. അപ്പോൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാഗ് ബസ്റ്റർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു അലൂമിനിയം കൺസ്ട്രക്ഷനുള്ള ഒരു റെയിലും അതുപോലെ തന്നെ സ്റ്റോം എന്ന് പറഞ്ഞ അവരുടെ ഒരു സീരീസിലുള്ള ഒരു പ്ലേറ്റുമാണ് നമ്മളവിടെ വെച്ചേക്കുന്നത്. ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ വിൻഷീൽഡ് ഒരു ഇച്ചിരി ഷോർട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. എക്സ്പെഷ്യലി നമ്മൾ മോട്ടോർ വേ കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ വിൻഡ് ബഫറ്റിംഗ് ഉണ്ടായിരുന്നു നന്നായിട്ട് ഹെൽമെറ്റിലോട്ട്. അപ്പോൾ അത് കാരണം ഞാനത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഗിവിയുടെ തന്നെ ഒരു വിൻഷീൽഡ് മേടിച്ചു. എനിക്ക് തോന്നുന്നു 440 mm ഹൈറ്റ് അതിനുണ്ടായിരുന്നത്. ഇപ്പോൾ ടൂറിംഗ് ഒന്നും പോകുന്നുണ്ടെങ്കിൽ കാറ്റടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന നോയ്സും ഒത്തിരി കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിൻഷീൽഡ് വെച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടുള്ള ദിവസം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും, കാറ്റധികം കയറി വരാത്തൊരു ഫീൽ ചെയ്യും. അതിനുവേണ്ടി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം പഴയ വിൻസ്ക്രീൻ എടുത്തിടാനുള്ള ഓപ്ഷനും ഉണ്ട്. എളുപ്പമാണ്, നമുക്ക് 4 സ്ക്രൂ അഴിച്ചാൽ മതി ഇടാം. ഈ വലിയ വിൻസ്ക്രീൻ ആയപ്പോഴത്തേക്ക് വിൻഡിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ചെറിയൊരു വബിളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി തന്നെ അവർ ഒരു സ്ട്രെങ്തനിങ് കിറ്റും അതിൻ്റെ കൂടെ തന്നെ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചിട്ട് നമുക്കത് ലോക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കത്തില്ല, അതും ഒരു ഡ്രോബാക്കാണ്. ഞാൻ വണ്ടി മേടിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു പ്രൊട്ടക്ടർ മേടിച്ച് ഫിറ്റ് ചെയ്തായിരുന്നു. എക്സ്പെഷ്യലി നമ്മൾ നൈറ്റ് റൈഡിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇൻസെക്റ്റ് ഒത്തിരി വന്ന് ഈ ഹെഡ്ലൈറ്റിൻ്റെ അകത്തോട്ടൊക്കെ അതിൻ്റെ ഫിൻസിൻ്റെ അകത്തോടെ കയറാനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റ് മൊത്തം ചില സമയത്ത് അങ്ങോട്ട് ബ്ലാക്ക് ഔട്ട് ആയിപ്പോൾ. അപ്പോൾ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു തുണി എടുത്തിട്ട് ഇതൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഗുഡ് ടു ഗോ ഫോർ അനദർ നൈറ്റ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഗുണമുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രൊട്ടക്ടർ. ഈ BMW എടുത്തു കഴിഞ്ഞിട്ട് ആകെപ്പാടെ ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റുമാണ്. എക്സ്പെഷ്യലി നമ്മളൊരു ഗ്രൂപ്പ് റൈഡ് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു, ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ കാണത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കമ്പനി വൈസർ വിസാർഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇതിൻ്റെ ഒരു ഫുൾ ഇൻഡിക്കേറ്റർ സിസ്റ്റം തരുന്നുണ്ട്. ഇത് നേരത്തെ വന്നുകൊണ്ടിരുന്ന ഒരു ചെറിയ LED, വളരെ തിന്നായിട്ടുള്ള LED സ്ട്രിപ്പിലാണ് വന്നുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ഈ 4 ഇൻഡിക്കേറ്ററും മാറ്റിയിട്ട് അവരുടെ ആ ഒരു ഫുൾ സിസ്റ്റം ഇതിൻ്റെ അകത്തോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അന്നേരം നമുക്ക് ബ്രേക്ക് ലൈറ്റ് ബാക്കിലെ നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മേലുള്ള ലൈറ്റ് കത്തും, ഇൻഡിക്കേറ്ററിൻ്റെ അകത്തും കത്തും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബ്രേക്ക് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ട് എല്ലാവരും പറഞ്ഞു. നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ എന്നാ നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് യെല്ലോ ആയിരുന്നു, ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വൈറ്റുമായി. ഈ വണ്ടിയിലെ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ലൈറ്റിങ്ങിലാണ്. ഞങ്ങളുടെ ഈ ചുറ്റുപാടിന് ഒത്തിരി സ്റ്റേറ്റ് ഫോറസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ഒരു 10-20 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൺട്രി സൈഡാണ്. വലിയ സ്ട്രീറ്റ് ലൈറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നൈറ്റ് റൈഡ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒന്നും ബ്രൈറ്റിനൊന്നും ഈ പറയുന്ന പോലെ ത്രോ ഇല്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇത്രയും ലൈറ്റ്സ് വെച്ചേക്കുന്നത്. നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ വാലബീസ്, കാങ്കറൂസ്, വോംബറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് റോഡിൽ.
ഇത് നിങ്ങൾ എപ്പോഴാണ് ക്രോസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പോലും ഒക്കത്തില്ല. അപ്പം നല്ലൊരു ലൈറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ദൂരെ നിന്ന് വരുന്നതൊക്കെ കാണാം ഒരു പരിധി വരെ. അപ്പം സേഫ്റ്റി ആസ്പെക്റ്റിൽ ഈ ലൈറ്റ് അടിപൊളിയാണ്. ചിലവർ ഇതിനെ ക്രിസ്മസ് ലൈറ്റ് എന്നൊക്കെ വിളിക്കും, പക്ഷേ എനിക്കങ്ങനെ തോന്നാറില്ല. എനിക്ക് ലൈറ്റ്സ് എപ്പോഴും രാത്രിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് കിട്ടണം എന്നുള്ള ഒരു രീതിയിലാണ് തോന്നുന്നത്. പിന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വണ്ടർ വീലയിൽ വേണം നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, വേണം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. വേറെ സ്വിച്ചുകളോ ഒന്നുമില്ല. എല്ലാം ഈ BMW സിസ്റ്റത്തിൽ തന്നെ ഒരു ക്യാൻവസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോണും മാറ്റിയിട്ട് നമ്മൾ ഡെനാലിയുടെ തന്നെ ഒരു ഹോണുമാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ലൈറ്റ്സ് എല്ലാം ഡെനാലിയുടെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. എക്സ്പെഷ്യലി ഒരു ബാക്കിൽ ഒരു എക്സ്ട്രാ ബ്രേക്ക് ലൈറ്റ് കൊടുത്തേക്കുന്നതും ഡെനാലിയുടെയാണ് B6 എന്ന് പറഞ്ഞിട്ട്. ഒത്തിരി മഴയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചള്ള തെറിക്കാതിരിക്കാൻ വേണ്ടി മഡ്സ്ലിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫ്രണ്ടും ബാക്കിലെയും മഡ് ഫ്ലാപ്പിൻ്റെ എക്സ്റ്റൻഡേഴ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് കാരണം വണ്ടി കഴുകുന്നത് ഒരു ഡ്രീമാണ്. ഒത്തിരി മേളിലോട്ട് ഈ സസ്പെൻഷനിലോട്ടൊന്നും അതുപോലെ തന്നെ എഞ്ചിൻ്റെ അടിയിലോട്ടൊക്കെ മണ്ണും ചള്ളയൊക്കെ പോകുന്നത് ഒത്തിരി കുറവാണ്. അപ്പോൾ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ക്രാഷ് ഗാർഡ് ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ വന്നതാണ്. നമ്മൾ ആകെപ്പാടെ ചെയ്തേക്കുന്ന ഒരു അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലത്തെ സ്റ്റീൽ പ്ലേറ്റ് ആണ്. ഇതിൻ്റെ എൻജിൻ ബോക്സർ എൻജിൻ ആയത് കാരണം രണ്ട് സൈഡിലോട്ടും എൻജിൻ്റെ കവേഴ്സ് സ്റ്റിക്ക് ഔട്ട് ചെയ്ത് നിൽപ്പുണ്ട്. ആദ്യത്തെ വീഴ്ച തന്നെ എൻജിൻ കവർ പൊട്ടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അതിൽ 1-2 വട്ടം താഴെ വീണതിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ട്. അത് കാരണം എൻജിൻ്റെ കവറിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാഷ് പ്ലേറ്റ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തതാണ്. അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയാണ് എല്ലാ സാധനങ്ങളും ഇവർ സപ്ലൈ ചെയ്യുന്നത്. ഈ വണ്ടിയിൽ ഏറ്റവും സമയം കളഞ്ഞിരിക്കുന്നത് നമ്മൾ പോളിഷ് ചെയ്യാനും സെറാമിക് കോട്ടിങ് ചെയ്യാനും വേണ്ടിയാണ്. വണ്ടി എടുത്തുകൊണ്ട് വന്ന അന്ന് നൈറ്റ് തന്നെ നമ്മൾ വണ്ടി ഫുള്ളി ഡിസ്മാൻഡിൽ ചെയ്തിട്ട് പോളിഷും ചെയ്തു, സെറാമിക് കോട്ടിങ്ങും ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസത്തോളം എടുത്തായിരുന്നു. അപ്പം അത് ടൈം എടുത്ത് തന്നെയാണ് ചെയ്തത്. അത് കാരണം ഇപ്പോഴും വണ്ടി ഏകദേശം ഒരു കാണാൻ പുത്തം പോലാണ് ഇരിക്കുന്നത്. എനിക്കങ്ങനെ തോന്നുന്നത് കേട്ടോ. പിന്നെ ആകെപ്പാടെ 2-3 മാർക്സ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാൻറ്റിൻ്റെ ലെതർ സ്റ്റിച്ചസ് ഉള്ള ഭാഗത്തിൽ ടക്കിൻ ചെയ്യുന്നതിനുള്ള ചെറിയ പോറലുകൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ് തോന്നുന്നത്. പിന്നെ വണ്ടി കഴുകാൻ ഭയങ്കര ഈസിയാണ് സെറാമിക് കോട്ട് ചെയ്തതോടുകൂടി. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ ഓവർലാൻഡിങ്ങും 4 വീൽ ഡ്രൈവും റൈഡിങ്ങും കാർ കൾച്ചറും കൂടുതലായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ചാനൽ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.